ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. +2 ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ മേരെ ഭാരത് വാസിയോ ജവഹർലാൽ നെഹ്റു എഴുതിയ ഭാഷണാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഠഭാഗം പഠിച്ചതാണ്. ഇന്ന് നമുക്ക് നോട്ട്സ് നോക്കാം. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസീസ് ഉണ്ട്, നോക്കിയിരിക്കാം. എനിക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആജ് ഹം ദുർഭാഗ്യക്ക് ഏക്ക് യുഗ് കാ അന്ത് കർ രഹേ ഹായ്. ഇന്ന് നമ്മൾ ദുർഭാഗ്യത്തിൻ്റെ ഒരു യുഗം അവസാനിപ്പിക്കുകയാണ്. ആർ ഭാരതെ പുനഃ വീണ്ടും ഖുദ് സ്വയം ഖോജിന തേടുക. ആർ ഭാരതെ പുനഃ ഖുദ് ഖോ ഖോജെ പാ രഹാ ഹേ. ഭാരതം വീണ്ടും തങ്ങളെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയും ആണ്. എന്നോട് നോക്കിയേ, ഇന്നെന്താ പറഞ്ഞേ? നമ്മൾ ദുർഭാഗ്യത്തിൻ്റെ ഒരു യുഗം അവസാനിപ്പിക്കുകയാണ്. ഭാരതം വീണ്ടും തങ്ങളെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പണ്ഡിറ്റ്ജിക്ക് ഇസ് കഥൻ കാ താത്പര്യ ക്യാ ഹേ. താത്പര്യം എന്ന് വെച്ചാൽ അർത്ഥം. പണ്ഡിറ്റ്ജിയുടെ ഈ വാക്കുകൾ, കഥൻ എന്ന് വെച്ചാൽ വാക്കിലെ അർത്ഥം എന്ത്? മനസ്സിലാക്കി നോക്കിയേ. ദുർഭാഗ്യക്ക് ഏക് യുഗ് സേ താത്പര്യ ഗുലാമി കെ യുഗേ. ദുർഭാഗ്യത്തിൻ്റെ ഒരു യുഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗുലാമി, അടിമത്തം. ഗുലാമി എന്ന് വെച്ചാൽ അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് എന്നാണ്. എന്നൊക്കെ ദുർഭാഗ്യത്തിൻ്റെ ഒരു യുഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട്. അതായത് അംഗ്രേസോങ്കെ ശാസൻ കെ അധീന് ബീത്തെ യുഗ് സേഹേ. ശാസൻ ഭരണം, അംഗ്രേസ് ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ കഴിഞ്ഞ യുഗം. പുനഃ ഖുദ് കോ ഖോജ് പാനെ കാ ഭാവ് ഹേ. പുനഃ ഖുദ് എന്ന് വെച്ചാൽ സ്വയം, പഠിച്ചതാണ്. ഖോജ് തേടുക, വീണ്ടും സ്വയം കണ്ടെത്തുക എന്നതിൽ നിന്നും അർത്ഥമാക്കുന്നത് അപ്പനെ സ്വത്ത് കി ഖാസ് കർന, അതായത് സ്വത്വം അന്വേഷിക്കുക എന്നതാണ്. അതായത് ഹം സ്വയം അപ്പനെ രാഷ്ട്രക്ക് ഭാഗ്യ കാ വിധാൻ കർന ഹേ. അതായത് നമ്മൾ സ്വയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയത്വം നിർവഹിക്കുക എന്നതാണ്. എന്താ പറഞ്ഞേ? നമ്മൾ സ്വയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയത്വം നിർവഹിക്കുക എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ സൈഡ് ക്വസ്റ്റ്യൻ അല്ല, ടെക്സ്റ്റിൽ നിന്ന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് എഴുതി കേട്ടോ. ഭാരത് കി സേവാ കാ അർത്ഥ ക്യാ ഹേ. ഭാരതത്തെ സേവിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെല്ലാമാണ്? മനസ്സിലേക്ക് നോക്കിയേ. ഭാരത് കി സേവാ കാ അർത്ഥ യഹായ്ക്ക്. ഭാരതത്തെ സേവിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. ലാഖോം കരോടോം പീഡിത ലോകം കി സേവാ കർന്ന. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പീഡിക്കപ്പെടുന്ന എന്നുവെച്ചാൽ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളെ സേവിക്കുക എന്നത്. ഇസ്കാ മതലബ് ഹേ, ഇതിൻ്റെ ആശയം എന്നാൽ ഗരീബി ഔറെ അജ്ഞാനത കോ മിഠാന. ഗരീബി ദാരിദ്ര്യം, അജ്ഞാനത അറിവില്ലായ്മ, മിഠ്ന ഇല്ലാതാക്കുക, മാറ്റുക എന്നൊക്കെ. ഇവിടെ ഗരീബി ഔറെ അജ്ഞാനത കോ മിഠാന, ദാരിദ്ര്യവും അറിവില്ലായ്മയും മാറ്റുക. ബിമാരിയോം ഔറെ അവസർ കി അസമാനത കോ മിഠാന. ബിമാരി, രോഗങ്ങളും അവസരങ്ങളുടെ അസമത്വം എന്നിവ മാറ്റുക. ഹമാരെ പീढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है कि हर एक आंखों से आंसू मिट जाए. പീढ़ി, തലമുറ. അടുത്ത ആങ്ക്, കണ്ണ്, ആൻസു, കണ്ണുനീർ, മിറ്റ്ന ഇല്ലാതാക്കുക. നമ്മുടെ തലമുറയിലെ ഏറ്റവും മഹത് വ്യക്തിയുടെ മഹത്വാകാംക്ഷ ആഗ്രഹമായിരുന്നു. ഹറേക്ക് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയിലെയും കണ്ണുകളിലെ കണ്ണുനീർ മിഡ്ജായി ഇല്ലാതാക്കുക. അതായത് ഓരോ കണ്ണിലെയും കണ്ണുനീർ ഇല്ലാതാക്കുക, അല്ലെ മാറ്റുക എന്നതാണ് മഹാനായ വ്യക്തിയുടെ ആഗ്രഹം എന്നുള്ളത്. നമുക്ക് എങ്ങനെ 2 ക്വസ്റ്റ്യൻ ആൻസർ ആ പാഠത്തിൽ നിന്ന് കിട്ടാം. അടുത്ത നോക്കിയൊരു ഭാഷണമാണ്, പ്രസംഗമാണ്. നെഹ്റുജിനെ ഹമാരെ ദേശിക്കെ ബാരെ മേ ഭാഷൺ കിയ. നെഹ്റുജി നമ്മുടെ ദേശത്തെ പറ്റി ഒരു പ്രഭാഷണം അല്ലെ പ്രസംഗം പറഞ്ഞു. ഏ ഭാഷൺ ലിഖോ. ആ ഭാഷൺ ലിഖെന്ന് വെച്ചാൽ ഭാഷൺ തയ്യാറാക്കുക. നമുക്ക് വായിച്ചു തരാം, ശ്രദ്ധിക്കണം. ഭാഷൺ എന്ന ടൈറ്റിൽ കൊടുക്കണം. പ്രസംഗം. താഴേക്ക് മേരെ പ്രിയ ദേശവാസിയോ എന്ന് അദ്ദേഹം തുടങ്ങുന്നു. മേരെ പ്രിയ ദേശവാസികളെ നമസ്കാർ എന്നൊക്കെ. എന്നിട്ട് എഴുതണം, ആജ് മേം ആപ് ലോഗോं के समक्ष में हमारे देश के बारे में कहना चाहता हूँ. ആജ്, ഇന്ന് ഞാൻ ആപ് ലോഗോं के, നിങ്ങളായ ജനങ്ങളിലെ, നിങ്ങളുടെ സമക്ഷത്തിലെ മുന്നിലെ നമ്മുടെ ദേശത്തെ ബാരെ പറ്റി കഹിന പറയാൻ ആഗ്രഹിക്കുന്നു എന്നെഴുതിയിട്ട് അതേ ഡോട്ട് കൊടുത്തേക്കുന്നു അല്ലേ. ആ ഡോട്ടിൻ്റെ അവിടെ ഇപ്പുറത്തെ ഭാഗത്തെ ഒരു അനിശ്ചിത കണിക കൊടുത്തിട്ടുണ്ട്, അത് എഴുതണമേ. അതും അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസീസും പാഠത്തിലെ കുറേ കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് വേണം എഴുതാൻ. അങ്ങനെ എഴുതിയിട്ട് ആകുമ്പോൾ സ്പീച്ച് ആയിക്കൊള്ളും. അതിൻ്റെ താഴേക്ക് ഇത്തന കഹ്കർ മേരാ ഭാഷൻ സമാപ്തി കർത്താ ഹേ. ഇത്രയും പറഞ്ഞ് എൻ്റെ ഭാഷൻ അവസാനിപ്പിക്കുന്ന പ്രസംഗം. എന്നിട്ട് താഴേക്ക് ജയ് ഹിന്ദ് എന്നെഴുതി കൊടുക്കുക. ഈ അനുച്ഛേദം കൂടി ആദ്യം എഴുതുക. എഴുതിയിട്ട് അതിനെ ഈ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ഒക്കെ ആഡ് ചെയ്യണം.
എന്നിട്ട് അവസാനം ഈ ഒരു ലൈൻ കൂടി അതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ സ്പീച്ചായി കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു എന്ന്. എന്നിട്ട് ലാസ്റ്റ് ജയ് ഹിന്ദ്. ഇനി അടുത്ത് നോക്കിയേ, അനുച്ഛേദം നോക്കിയ നിമ്നലേഖിനെ അനുച്ഛേദ് കാ സംക്ഷേപൺ കരെ. താഴെ തന്നിരിക്കുന്ന ഖണ്ഡികയെ സംക്ഷേപൺ ചുരുക്കി എഴുതാനാണ് 3 സംഗ്രഹിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സംക്ഷേപൺ ചുരുക്കി എഴുതുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അനുച്ഛേദം ഒരു പാസേജാണ്. അതിനെ നമ്മൾ താഴേക്ക് സംക്ഷേപണം എഴുതുമ്പോൾ അതിനൊരു ടൈറ്റിൽ ആഡ് ചെയ്ത് വേണം എഴുതാൻ. താഴേക്ക് തന്നിരിക്കുന്ന പാസേജിനെ എന്ത് ചെയ്യണം? സംക്ഷേപൺ ചുരുക്കി എഴുതുക. സംക്ഷേപണം നോക്കിയാൽ വായിച്ചു തരാം. പഠിപ്പിച്ചതാണ്, വായിച്ചു തരാം. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाए. पूरी तरह न सही लेकिन बहुत हद तक आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उड़ेगा. एक ऐसा क्षण जो इतिहास में कम आता है जब हम पुराने को छोड़ नए की तरह जाते हैं. जब एक युग का अंत होता है और जब वर्षों से शोषित एक देश की आत्मा अपनी बात कह सकती है. यह एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा और उससे भी बैठकर सारी मानवता की सेवा के लिए प्रतिज्ञा ले रहे हैं. പഠിപ്പിച്ചതാണ് നല്ല പോലെ കഴിഞ്ഞ ക്ലാസ്സിലെ പാസ് കേട്ടോ. ഈ തന്നിരിക്കുന്ന ഖണ്ഡികയുടെ സംക്ഷേപണമാണ് നമുക്ക് എഴുതാനുള്ളത്. നോക്കി, ആദ്യം നമ്മൾ എന്ത് കൊടുത്തു? ടൈറ്റിൽ കൊടുത്തു. സ്വതന്ത്രത എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം, ക പ്രഭാത്, അതാ സ്വതന്ത്രത ക പ്രഭാത് എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. അതിൻ്റെ താഴേക്ക് നോക്കിയേ, കൈ വർഷോങ്കി സാധന കെ ബാദ് ആജ് ഭാരത് സ്വാതന്ത്ര്യക്ക് സാൻസ് ലെത്തി ഹെ. കുറേ വർഷങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇന്ന് ഭാരതം സ്വതന്ത്രയായി മാറിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സാൻസ് എന്ന് വെച്ചാൽ ശ്വാസം എടുത്തിരിക്കുന്ന വെച്ചാൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു. വർഷം സേ ശോഷിത ജനത അപ്പനെ ഭവിഷ്യ നിർമ്മാൺ കർ സക്തി ഹേ. വർഷങ്ങളായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങൾ അവരുടെ ഭാവി കാലം നിർമ്മാൺ കർത്തെ ഹേ, നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞു, ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു അല്ലേ. ഇസേ പവിത്ര അവസർ पर സമർപ്പൺ കെ സാത്ത് ഭാരത് കി സേവാ കെ ലിയേ ഹം പ്രതിജ്ഞ ലേ രഹേ ഹായ്. ഈ പവിത്രമായ അവസരത്തിൽ സമർപ്പണത്തോടെ ഒപ്പം തന്നെ സമർപ്പൺ കെ സാത്ത് എന്ന് വെച്ചാൽ സമർപ്പണത്തോടെ ഒപ്പം, നമ്മുടെ ആത്മസമർപ്പണത്തോടെ ഒപ്പം ഭാരതത്തെ സേവിക്കുക എന്ന പ്രതിജ്ഞയും നമ്മൾ എടുക്കേണ്ടതായി ഉണ്ട്. എന്നിത്രയും എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ സംക്ഷേപണമായി കഴിഞ്ഞു കേട്ടോ. അത് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന സംക്ഷേപണമാണ്, പഠിച്ചുകൊണ്ട് പോകണം. നമുക്ക് ഇത്രയും മതി. ഈ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത്രയും മതി. ബാക്കി ഡയറി അങ്ങനെയുള്ളതൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയും വായിച്ച് പഠിച്ച് വയ്ക്കുക. ഭാഷ പ്രത്യേകിച്ച് നോക്കണം കേട്ടോ. നോക്കി വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം സുറിനാമാണ്. സുറിനാം കായ്ക്ക് ദിനാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി.